2023 മെയ് 22-നായിരുന്നു ADGP അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിലാണ് RSS നേതാവിന്റെ അടുത്തെത്തിയത്. RSSന്റെ ശാസ്ത്ര സംഘടനയായ വിജ്ഞാന ഭാരതിയുടെ ദേശീയ നേതാവിനൊപ്പമാണ് ADGP അജിത് കുമാർ RSS നേതാവിനെ കണ്ടത്. വിജ്ഞാന ഭാരതിയുടെ നേതാവ് തന്റെ സഹപാഠിയാണെന്നും തികച്ചും സ്വകാര്യപരമായ സന്ദർശനമാണ് താൻ നടത്തിയെന്നുമുള്ള വിശദീകരണമാണ് ADGP മുഖ്യമന്ത്രിക്ക് നൽകിയതും. എന്നാൽ അജിത് കുമാറിന്റെ സന്ദർശനം തൃശൂർ പൂരം കലക്കുന്നതിന് പിന്നീട് ഇടയാക്കിയെന്ന ആരോപണമാണ് പ്രതിപക്ഷത്തിൻ്റേത്. പൂരം കലക്കാൻ അജിത് കുമാർ ശ്രമിച്ചുവെന്ന ആരോപണം PV അൻവറും ഉന്നയിച്ചിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ ആരോപണം നേരിടുന്ന ADGPയുടെ സന്ദർശനം അന്ന് തന്നെ സർക്കാർ അറിഞ്ഞിരുന്നു. മാത്രമല്ല, അന്നത്തെ ഹോട്ടൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ADGPയുടെ സന്ദർശനവും വ്യക്തമാണ്. അന്നും ഇന്നും വിവാദങ്ങൾ നേരിടുന്ന ADGPയുടെ കാര്യത്തിൽ ഇന്നും മൗനം പാലിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. RSS നേതൃത്വങ്ങളുമായി ബന്ധമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ താക്കോൽ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന CPM-ഉം ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വളരെ ഗൗരവമേറിയ വിഷയത്തിൽ പാർട്ടിയും സർക്കാരും മൗനം പാലിക്കുമ്പോൾ ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസും മുസ്ലിം ലീഗ് നേതാവ് PK നവാസും നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, താങ്കളെപ്പോലെയുള്ള ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ നെഞ്ചിലേക്ക് ആണിയടിക്കുന്ന തരത്തിൽ, തറയ്ക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ടു വരുന്നത്. അതിൻ്റെ ഗൗരവം വലുതല്ലേ? RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ ഗൗരവത്തോടെ കാണേണ്ടി വരും ശ്രീ റെജി ലൂക്കോസ്? പ്രതീക്ഷ ജേക്കബ് തോമസ് IPS-നും അതുപോലെ തന്നെ സെൻകുമാറിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച സർക്കാരാണിത്. താങ്കളുടെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടു, എന്നോടുള്ള ചോദ്യം ഞാൻ ശ്രദ്ധിച്ചു. അത് ഗൗരവമുള്ള കാര്യം തന്നെ, ആ കാര്യത്തിൽ നിഷേധിക്കത്തില്ല. ഗൗരവമില്ല എന്ന് പറഞ്ഞാൽ അതൊരുമാതിരി അന്ധമായ ന്യായീകരണമായി പോയി, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അദ്ദേഹം പറഞ്ഞ മറുപടി, മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോട് അദ്ദേഹം പറഞ്ഞ മറുപടി, തന്റെ ഒരു ക്ലാസ്മേറ്റ് ഇങ്ങനെ ക്ഷണിച്ചപ്പോൾ താൻ ഒരു സ്വകാര്യ വാഹനത്തിൽ യൂണിഫോമിലാണ് അദ്ദേഹത്തെ പോയി കണ്ട് 10 മിനിറ്റ് സംസാരിച്ചെന്ന് മാത്രമേ വേറെ ഒരു ലക്ഷ്യമില്ലാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ലാത്ത CPM-നെ സംബന്ധിച്ചോളം അത് വളരെ വ്യക്തമായ രീതിയിലുള്ള മറുപടിയായിരുന്നു. പക്ഷേ ഇന്ന് PV അൻവർ, പ്രതിപക്ഷം ശ്രദ്ധിച്ചു വെക്കണം, ഇടയ്ക്കിടപെടരുത്, ബഹുമാനപ്പെട്ട PV അൻവർ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ഈ തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഗുരുതരമായ ആരോപണം പുറത്തുവിട്ടിട്ടുണ്ട്. അതിനൊരു മറുപടി കൊണ്ട് നമ്മൾ ഈ ചർച്ച നടത്തണ്ടേ? അദ്ദേഹം പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിന്റെ പുനർജനി എന്ന് പറയുന്ന തട്ടിപ്പ് അതിനകത്ത് ഉണ്ടെന്നുള്ളൊരു മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വിദേശത്ത് പണം സ്വീകരിച്ച വിഷയത്തെക്കുറിച്ച് ED അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു നാടകമാണെന്നും അവിടെ പിന്നെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നു എന്നുള്ള വെളിപ്പെടുത്തൽ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനകത്തൊരു സാങ്കത്യമുണ്ട്. കാരണം K മുരളീധരൻ എന്ന് പറഞ്ഞ കേരളത്തിലെ ജനകീയ അടിത്തറയുള്ളൊരു നേതാവിനെ വടകരയിൽ നിന്ന് തന്റെ സീറ്റിൽ നിന്നും മാറ്റി, അതുപോലെ തന്നെ ജനകീയ അടിത്തറ അത്യാവശ്യമുള്ള TN പ്രതാപൻ എന്ന് പറയുന്ന നിലവിലുള്ള MPയെയും മാറ്റി തൃശ്ശൂരിലേക്ക് ലാൻഡ് ചെയ്തതിന്റെ പിന്നിൽ ഇത്ര ഒരു ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. തന്നെയുമല്ല, 86,000 വോട്ട് 2019 കുറവാണ് ഞാൻ പറയുന്നു. എന്തായാലും റെജി ലൂക്കോസ് ഉന്നയിച്ചതായി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ്. ആ ഗൗരവമുണ്ടെങ്കിൽ അതും ഞാൻ അതിനപ്പുറത്തേക്ക് താങ്കൾ പറഞ്ഞുവല്ലോ, ഒരു DGP എന്തായാലും അവർക്ക് വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന് പറയും. പക്ഷേ ഇന്റലിജൻസ് സംവിധാനം കഴിഞ്ഞ വർഷം അറിഞ്ഞ ഒരു കാര്യമാണ്. അറിഞ്ഞതിന് ശേഷമാണ് കൂരമ്പ പോലെ പ്രതിപക്ഷ നേതാക്കൾ ഈ വിഷയങ്ങൾ അടക്കം ഉന്നയിക്കുന്നത്. എന്നിട്ടും അതേ സ്ഥാനത്ത് ഇരിക്കുകയാണ്. ADGPയുടെ കസേരയിൽ ഇപ്പോഴും ഞെളിഞ്ഞിരിക്കുന്ന ഒരു മാന്യദേഹമായി അദ്ദേഹം ഇരിക്കുകയാണ്. ഇന്നലെ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞ് പോകാം കണ്ടിരിക്കാം എന്നല്ല പറയേണ്ടത്. ഇടതുപക്ഷത്തിനൊരു മൂല്യമുണ്ട്. ന്യൂനപക്ഷ സംരക്ഷകരായി എല്ലാ കാലവും പരിവേഷമുള്ള, മതേതര മുഖമുള്ള ഒരു പാർട്ടിക്ക് കീഴിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP RSSന്റെ പ്രധാന നേതാവിനെ കണ്ടാൽ അതൊരു ചെറു കാര്യമായി കാണാൻ കഴിയുമോ ശ്രീ റെജി ലൂക്കോസ്? ഒന്നല്ല കണ്ടത്. ഇപ്പോൾ പുതുതായി മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെയും ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിംഗ് ആണ്. കോവളത്ത് മറ്റൊരു RSS നേതാവിനെ, റാം മാധവിനെ കാണുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെറിയ കാര്യമായിട്ട് അങ്ങേക്ക് എങ്ങനെ തോന്നുന്നു? അങ്ങയുടെ പാർട്ടി സെക്രട്ടറിക്ക് എങ്ങനെ തോന്നുന്നു? അല്ല പ്രതീക്ഷ, ഒരു ഉദ്യോഗസ്ഥരുടെ ADGP മനസ്സ് വെച്ചാൽ CPM-നെയോ CPM-ന്റെ അടിത്തറയോ ആശയപരമായിട്ടോ ആദർശപരമായിട്ടോ ഭരണകരമായിട്ടോ സ്വാധീനിക്കാൻ പറ്റുന്നതൊക്കെ ചോദിക്കുന്നത് വളരെ അസംബന്ധമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കിങ്ങിനെ പോലെ ഒരു രാജകീയ പദവിയിൽ മത്സരിക്കുന്ന DGP അല്ലേ പിന്നെ നമ്മുടെ സെൻകുമാർ? അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടികൾ വളരെ വ്യക്തമല്ലേ? അതിനുശേഷം അദ്ദേഹം ട്രിബ്യൂണലിൽ പോയി അനുകൂലം നേടിയതിനു ശേഷമല്ലേ 26 ദിവസം വീണ്ടും ആ പദവിയിൽ നിന്ന് ആ ഒരു ചങ്കൂറ്റം കാണിച്ച സർക്കാരില്ലേ? ജേക്കബ് തോമസിന്റെ നടപടികൾ സർക്കാരിന് ആർജവമുള്ള സർക്കാരിന് എന്തേ മുട്ടിടിക്കുന്നു? ഇവിടെ ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിൽ, ഒരു
DGP റാങ്കിലെ ഉദ്യോഗസ്ഥനെതിരെ അവിടെ വിശദീകരണം ചോദിക്കാൻ ധൈര്യം കാണിച്ച സർക്കാരാണ്. ഒന്നും പോട്ടെ, 2017 ഞാൻ അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. KU അരുണൻ എന്നൊരു MLA ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പാർട്ടിക്ക്. ആ MLA ഒരു RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് അങ്ങേക്ക് ഓർമ്മയുണ്ടാകാം 2017. ആ MLA പിന്നീട് ആ മത്സരിച്ചില്ല. പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചു. ആ സാഹചര്യമുള്ള ഒരു പാർട്ടിക്കും സർക്കാരിനും മുട്ടെന്തേ ഇടിക്കുന്നു? ഒരു മുട്ടിടിയില്ല. അരുൺ എന്ന് പറയുന്ന കഴിഞ്ഞ നിയമസഭയിലുണ്ടായിരുന്ന MLA-ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു. അത് ഗവൺമെന്റ് ഈ പാർട്ടിയുടെ പോളിസിയാ. അതേസമയം അജിത് കുമാർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരല്ല, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് സുഹൃത്ത് വിളിച്ച് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് ആയിരിക്കുമല്ലോ, അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കരുത്. ഒരു ന്യായീകരണം ഈ കാര്യത്തില്ല. എനിക്ക് എന്റേതായ ശക്തമായ രീതിയിലുള്ള അഭിപ്രായമാണ്. ഞാൻ ആ ചർച്ചയുടെ തുടക്കത്തിൽ പറയുകയും ചെയ്തു. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഒരു ഉദ്യോഗസ്ഥൻ ഇതുപോലെ അദ്ദേഹത്തിന് സ്വകാര്യപരമായിട്ട് ആളെ കണ്ടതിന്റെ പേരിൽ അതിനകത്ത് സർക്കാരിന് എന്തെങ്കിലും രീതിയിലുള്ള ഗൂഢലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഗവൺമെന്റ് അതിനകത്ത് ശങ്കയ്ക്ക് ഇടയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുൻകാര്യ അടുത്തിലൂടെ കൃത്യമായിട്ട് പറഞ്ഞത്. PV അൻവർ ഉന്നയിച്ച വിഷയമാണ് ഇതിനകത്തേക്കാൾ ഏറ്റവും വലിയ കടുത്ത രീതിയിലുള്ള ആരോപണം. മുഷിഞ്ഞ തുണികൾ കൂടിച്ചേരുമ്പോൾ അത് വിഴുപ്പ് പാണ്ഡമായി മാറും. ആ പാണ്ഡം ഇങ്ങനെ തോളിലേറ്റി അലങ്കാരമാക്കിയിടുന്ന എന്തിനാണ്? അല്ല, അങ്ങനെ അലങ്കാരമായിട്ടിട്ടു. നിങ്ങൾ പറയൂ, ADGP റാങ്കിലല്ലേ ഇരിക്കുന്നത്? മാറ്റിയോ? ADGP റാങ്കിൽ തന്നെയല്ലേ ഇരിക്കുന്നത്? അല്ല, മാറ്റിയത് ക്രമസമാധാന ചുമതലയുള്ള ADGP അല്ല, ക്രമസമാധാന ചുമതലയുടെ താക്കോൽ ആരുടെ കയ്യിലാണ് ഇപ്പോഴും? അല്ല, ക്രമസമാധാന ചുമതലയുടെ താക്കോലിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത്. അതായത് ഇവരൊക്കെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ. അതിന്റെ ഉന്നതത്തിരിക്കുന്ന DGP. അപ്പൊ അങ്ങോട്ടൊന്നും പോകണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രജീഷിനോട്, എനിക്കൊരു 15-20 സെക്കൻഡ് തന്നാൽ മതി. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന ADGP-യുടെ ഔദാര്യത്തിൽ ഈ RSS-ഉമായിട്ട് എന്തെങ്കിലും ബാന്ധവമോ സെറ്റിൽമെന്റോ നടത്താനായിട്ട് CPM മുതിരും എന്ന് നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ CPM നയിക്കുന്ന മന്ത്രിസഭയെ തകർക്കാനും CPM-ന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചാരി രക്ഷപ്പെടാനായിട്ടും അന്വേഷണ ഏജൻസികളെയൊക്കെ വിട്ട് തേരാപ്പാര എന്തിനാണ് പിന്നെ പോയെന്നങ്ങ് പറഞ്ഞാ പോരെ? ഇന്റലിജൻസ് സംവിധാനം മഹാരീതിയിൽ മഹത്തായ ഇന്റലിജൻസ് സംവിധാനമുള്ള പിണറായി സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ പോയി എന്തിനാന്നങ്ങ് പറഞ്ഞാ പോരെ? അല്ല, എന്തിനാണെന്ന് അദ്ദേഹത്തിന്റെ സ്വകാര്യം. അദ്ദേഹത്തിന് പക്ഷേ കേന്ദ്ര കേഡറിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം. അദ്ദേഹം കേന്ദ്ര കേഡറിന്റെ ഡയറക്ടർ ഉദ്യോഗസ്ഥല്ല. അവര് കേരള കേഡറിലാണെന്നുള്ളൂ പരിപാടിയാണ്. അല്ലല്ല, നമുക്ക് ക്യാപ്സൂളുകൾ ഒരുപാട് ഇറക്കാം. കൊള്ളാം, ഒരുപാട് ക്യാപ്സൂൾ ഇറങ്ങുന്നത്. പക്ഷേ ഈ റാം മാധവിനെയും ഈ പറയുന്ന ദത്താത്ര ഹൊസബലയൊക്കെ പോയി കാണണമെങ്കിൽ എന്താണ് താങ്കൾ ഒരു കേന്ദ്രത്തിലേക്ക് പോകാൻ, ഡെപ്യൂട്ടേഷനിൽ പോകാൻ? അതും ഒരു വേറൊരു രീതിയിലുള്ള ഒരു തെറ്റായ ഒരു ചിത്രം സൃഷ്ടിക്കുകയാണ് താങ്കൾ. കൃത്യമായി പറയൂ, എന്തിനാണ് പോയത് അറിവുണ്ടെങ്കിൽ? അത് എന്തിനാ പോയെന്നുള്ളവർ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് സർക്കാരിന്റെ അടുത്ത്. ഞാനായിട്ട് എങ്ങനെയാ പറഞ്ഞത്? എനിക്കും അദ്ദേഹമായിട്ട് യാതൊരു പേഴ്സണൽ ബന്ധമില്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല. രണ്ടാമത്തെ കാര്യം, സർക്കാരിന്റെ മുമ്പിൽ ഇതൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട്. ഇല്ല എങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ ഇതിനേക്കാൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് അന്വേഷിച്ചു. ഈ മനുഷ്യനെതിരെയും ഈ ADGP-ക്കെതിരെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളുടെ തെളിവ് ശേഖരിക്കാനായിട്ട് PV അൻവറിനെ ഇപ്പോൾ അദ്ദേഹത്തിനോടുള്ള കളിയാണ് ഈ വിദ്വാൻ കസേരയിൽ നിന്ന് കളി കാണുകയാണ്. അങ്ങനെയൊന്നും കളിക്കാനൊന്നും CPM ഭരിക്കുമ്പോൾ നടക്കുകയല്ല പ്രതീക്ഷ. അത് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് സർക്കാർ. ഞാൻ അങ്ങയിലേക്ക് ഒന്ന് മടങ്ങിയെത്താം. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ PK നവാസ് കൂടിയുണ്ട്. ശ്രീ നവാസ്, ന്യൂനപക്ഷ സ്നേഹവും മതേതര സ്നേഹവും ഒക്കെ പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ കീഴിലൊരു ADGP RSS-ന്റെ പ്രമുഖരായ 2 നേതാക്കളെ കണ്ടു എന്ന് പറയുമ്പോൾ അതിനെ ലാഘവത്തോടു കൂടി തള്ളിക്കളയാൻ കഴിയുമോ ഇടതുപക്ഷത്തിന്? ഇടതുപക്ഷം എന്ന് ഞാൻ വീണ്ടും അടിവരയിടുകയാണ്. ശ്രീനിവാസ്. ഹലോ, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ചോദ്യം ആവർത്തിക്കാവോ? അതായത് ഈ RSS കൂടിക്കാഴ്ച ഒരു ADGP നടത്തുന്നത് ചെറിയ കാര്യമാണോ ഇടതുപക്ഷ CPM-നെ സംബന്ധിച്ചിടത്തോളം? ഈ അടുത്ത കാലത്ത് ഇത്ര ദുർബലമായ ക്യാപ്സ്യൂള് AKG സെന്ററിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവുക ഇന്നായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കി എത്ര നിരുത്തരവാദിത്തരമായ മറുപടിയാണ് റെജി ലൂക്കോസ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞ 2 വാചകങ്ങൾ മാത്രം ഞാൻ എടുക്കാം. ഒന്ന്, ക്രമസമാധാനത്തിന്റെ ചുമതല അത് ADGP-യുടെ കയ്യിലൊന്നല്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലാണ് എന്ന് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇന്നലെ ഒരു MLA ഇവിടുന്ന് പറഞ്ഞത് ആർക്കെങ്കിലും പരാതി ഉണ്ടോ പോലീസുകാർ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ, ഞാനത് അന്വേഷിക്കാമെന്നാണ്. അപ്പൊ ആരാണ്? PV അൻവറാണോ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അതോ പിണറായി വിജയനാണോ എന്ന് റെജി ലൂക്കോസ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം.
രണ്ടാമത്തെ ഒരു കാര്യം, എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ ഇടത് സർക്കാർ RSSുമായി കോംപ്രമൈസ് ചെയ്യും? നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. കേരള പോലീസിൽ ഉപദേഷ്ടാവായി പിണറായി വിജയൻ വന്നപ്പോൾ വെച്ചത് ആരെയാ? ഐ വാണ്ട് ദ ബോഡീസ് ഓഫ് മുസ്ലിം ബാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ രമൺ ശ്രീവാസ്തവയെ നിങ്ങൾ ഉപദേഷ്ടാവായി വെച്ച ആളാണ്. RSSനെ പ്രീതിപ്പെടുത്താൻ ഞങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്, ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ട്. ലോക്നാഥ് ബെഹ്റ അദ്ദേഹമാണ് പത്മജ വേണുഗോപാലിനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയത്, പിന്നെ BJPയിലേക്ക് കൊണ്ടുപോയത് എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ പൊതുവെ നിലനിൽക്കെ തന്നെ അയാളെ കുറിച്ച് അതിന് മുൻപേ തന്നെ അദ്ദേഹം സർവീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായതാണ്. ഈ പിണറായി വിജയന്റെ കാലത്ത് സർവീസിന് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ പെൻഷന് പുറമെ അദ്ദേഹത്തിന്റെ പ്രാരാബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കൊച്ചി മെട്രോയുടെ MD പദവിയെ കൊണ്ടിരുത്തിയത് ആരാണ്? പ്രതിപക്ഷമാണോ? നിങ്ങളായിരുന്നില്ലേ? ഇപ്പോ കേരളത്തിന്റെ DGP ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് ഇടപെടേണ്ട ഒരു പ്രശ്നം വരുമ്പോ അവിടെ പ്രത്യക്ഷപ്പെടാനുള്ള DGP അല്ല, ADGP ആണ്. അത് പ്രധാനമന്ത്രി വന്നപ്പോൾ നമ്മൾ കണ്ടു. നമുക്കറിയാം, എലത്തൂർ ട്രെയിൻ അപകടം ഉണ്ടായ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താണ് ADGP പറഞ്ഞത്? ADGP പറഞ്ഞത് ഇവിടുത്തെ ഈ വരുന്ന ആളുടെ പേര്, അയാളുടെ ദേശമൊക്കെ നോക്കിയിട്ട് ആരും മതത്തോട് ചേർത്ത് വെക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത്. എന്തിനേറെ എറണാകുളത്തുണ്ടായ ഒരു ബോംബ് ബ്ലാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയാണ് നമുക്ക് അറിയുന്നതല്ലേ? അതുകൊണ്ട് റെജി ലൂക്കോസ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. ഇടത് നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞു വന്ന് ഇത്ര ദുർബലമായ നിരീക്ഷണങ്ങൾ പറഞ്ഞ് ജനങ്ങളെ നിങ്ങൾ വിഡ്ഢികളാക്കരുത്. എന്തിനാണ് കേരളത്തിന്റെ ADGP ഈ പറയുന്ന RSS നേതാവ് ഈ ദത്തപുര ബസവലയെ പോയി കണ്ടത് എന്ന് മറുപടി പറയേണ്ടത് ആരാണ്? പ്രതിപക്ഷമാണോ? റെജി ലൂക്കോസ് പറഞ്ഞു എനിക്കറിയില്ല. റെജി ലൂക്കോസ് എനിക്കും നിങ്ങൾക്കും അറിയില്ല. പകരം അറിയുന്ന ഒരാളുണ്ട് കേരളത്തിൽ. ഈ പോയ തൊട്ട് പിറ്റേ ദിവസം തന്നെ അതിന് കൃത്യമായ റിപ്പോർട്ട് കിട്ടിയ ഒരാൾ, അയാളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അയാൾ കേരളത്തോട് പറഞ്ഞില്ല. അയാൾ സ്വന്തം സഖ്യകക്ഷിയായിട്ടുള്ള ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരുള്ള സ്വന്തം കൂടെ വിളിക്കുന്ന CPIയോട് പറഞ്ഞില്ല. അദ്ദേഹം സ്വകാര്യമായി വെച്ചു. പാർട്ടി സെക്രട്ടറിയോട് ഒന്ന് ചോദിച്ചപ്പോ അതൊരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചപ്പോ പാർട്ടി സെക്രട്ടറി പോയി അതൊരു വലിയ കാര്യമാണെന്നേ. കേരളത്തിന്റെ മുഴുവൻ പോലീസ് സംവിധാനത്തിൽ ഹെഡ് ഒരാൾ, RSS പോലത്തെ ഒരു സംഘടനയുടെ നേതാവ് കേരളത്തിൽ വരുമ്പോ അവരെ പോയി കണ്ടുവെന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പക്ഷെ CPMന്റെ സെക്രട്ടറിക്ക് അതൊരു പ്രശ്നമായി തോന്നില്ല. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഇടതുപക്ഷ നിരീക്ഷണം പറയാണ് അത് വ്യക്തിപരമായി പോയി കണ്ടതാകാം. വ്യക്തിപരമായി പോയി കാണാൻ അദ്ദേഹം വ്യക്തിപരമായി പോയി കാണാൻ. ശരി ശ്രീ നവാസ്, റേഞ്ച് ഇഷ്യൂ ഒന്ന് മാറ്റിയ ശേഷം താങ്കളിലേക്ക് എത്താം. അവിടെ വീക്കാണ് അവിടുത്തെ നെറ്റ്വർക്ക്. റെജി ലൂക്കോസ്, എന്തായാലും താങ്കൾക്ക് ഇക്കാര്യത്തിൽ മറുപടി ഉണ്ടാകും ഇടവേള. ശ്രീ റെജി ലൂക്കോസ്, RSSനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന CPM എന്ന പാർട്ടിയുടെ ആ ഭരിക്കുന്ന സർക്കാരിന് കീഴിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥനാണ് RSSന്റെ നേതാക്കളെ ഒന്നിലേറെ തവണ കണ്ടിരിക്കുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണല്ലോ. നയരേഖകൾ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട എന്തായിരിക്കും? വർഗീയതയെ ചെറുക്കുക, ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുക എന്നടക്കമുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും പാർട്ടിയുടെ താഴെത്തട്ടിൽ മുതൽ ഉപരി കമ്മിറ്റിയിലടക്കം നടക്കുന്ന ചർച്ചയിൽ. നട്ടെല്ല് വിറയ്ക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഈ പാർട്ടി സെക്രട്ടറിക്കൊക്കെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ശ്രീ റെജി ലൂക്കോസെ? അല്ല പ്രതീക്ഷ, കേരളത്തിൽ നട്ടെല്ല് വിളയ്ക്കാതെ നിൽക്കുന്ന ഒറ്റ പാർട്ടിയേ ഉള്ളൂ. അത് VD സതീശന്റെ പാർട്ടിയല്ല, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പാർട്ടിയല്ല, CPM എന്ന അതിന്റെ പേര്. അത് പ്രജേഷിന് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഞാൻ അതിന് മുമ്പ് ഒരു പെട്ടെന്ന് മറുപടി PK നവാസ് പറഞ്ഞുകൊണ്ട്, നവാസ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു ക്യാപ്ചർ ആണെന്നൊക്കെ പറഞ്ഞു. നവാസിന്റെ പാർട്ടി ഒരു ഗതികേടില്ല. ഇപ്പം അവരാകെ എളിപ്പരായിരിക്കുക. PV അൻവറിനെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലൂടെ അവർ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുക. ഞാനിടുന്ന നിരവധി ചർച്ചകളിൽ അവരുടെ വക്താക്കൾ PV അൻവറിനെ പിന്തുണ വയ്ക്കേണ്ട ഒരു ഗതികേടിലെത്തി. എന്താ കാരണം അറിയോ? PV അൻവറിനെ ആയിരുന്നു അവർ മലപ്പുറത്തെ മുഖ്യ ശത്രുവും. അവർ PV അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്ക് ഇവർക്ക് അറിയാവുന്നവർ പറഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് ഇവരത് ഉയർത്തിയില്ല? അപ്പൊ ഇവർക്ക് തുല്യമായ ഒരു പങ്കാളിത്തമല്ല, ഇവരത് ഉയർത്തിയില്ല. നിയമസഭയെ പോലും ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. VD സതീശന്റെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഈ BJP ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒരു നിയമസഭാ സീറ്റ് തുലച്ച് BJPക്ക് ജയിപ്പിച്ചു കൊടുത്തതിനെ കുറിച്ച് മുസ്ലിം ലീഗിനകത്ത് പ്രശ്നമുണ്ട്. അന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് പരസ്യമായിട്ട് പറഞ്ഞതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നമുക്കിപ്പോൾ നമ്മുടെ വീടിന്റെ പുറപ്പുറത്തേക്ക് കിടക്കുന്ന ആ മരം വെട്ടിമാറ്റാം. നമുക്കിപ്പോൾ പിന്നീട് അയലത്തേക്ക് പോകാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കാരണം EP ജയരാജനെ എന്തിനാണ് നിങ്ങൾ മാറ്റി നിർത്തിയത്? EP ജയരാജനാണല്ലോ ഒരു പ്രമുഖ RSSന്റെ പ്രഭാരിയെ കണ്ടു എന്നുള്ള കാര്യങ്ങൾ വന്നത്. പിന്നീട് അങ്ങോട്ടും ഈ പല കാലങ്ങളിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നുണ്ട് UDF ഇന്നവരെ കണ്ടു, കോൺഗ്രസിന്റെ. പക്ഷേ തെളിവെല്ലാം നിങ്ങൾക്കെതിരെയാണ് വരുന്നത്. നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ തന്നെയാണ് അറിയിക്കുന്നത്. അപ്പോൾ ഭരണമുള്ള പാർട്ടിക്ക് ബാക്കിയുള്ള ആളുകളെ കുറിച്ച് തെളിവ് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് CPM എന്ന പ്രസ്ഥാനമാണ്. കാര്യങ്ങൾ പറയൂ വ്യക്തമായി ശ്രീ റെജി ലൂക്കോസ്. എന്തിനു വേണ്ടിയാണ് ഈ DGP RS നേതാക്കളെ പോയി കണ്ടത്? പ്രജീഷിന്റെ ചോദ്യത്തിന് ഉത്തരവുണ്ട്. അതായത് EP ജയരാജനെ പോലെ ഞങ്ങളുടെ പാർട്ടിയുടെ ജീവിതം തന്നെ ഒരു ത്യാഗമായിട്ട് കൊണ്ടു നടക്കുന്ന സഖാവിനെ ഈ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിൽ ഈ പാർട്ടിയുടെ ആർജവത്ത് എത്ര വരുന്നുണ്ട്? അതിന്റെ 7 അയലത്ത് നിൽക്കും ഒരു ADGP എന്ന് പറയുന്ന ഒരാള്. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു IPS ഉദ്യോഗസ്ഥനാണ്.
കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട്, പിന്നെയാണ് കേഡറിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ വളരെ വ്യക്തമായില്ല ഈ പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളത്. ആ ചോദ്യം എന്നോട് ചോദിച്ചത് ഐ റിയലി അപ്രീഷിയേറ്റ് യു. മുഖ്യമന്ത്രിക്ക് ഭയമുണ്ടോ സാർ? മുഖ്യമന്ത്രിക്ക് ഭയമുണ്ടോ? മടിയിൽ കലയില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടവും കേരള സമൂഹത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രി ഭയമാണോ ഈ ADGP? ആ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിണറായി വിജയന് ഭയമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെ ശത്രുക്കള് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ ശത്രുക്കളുണ്ടെന്ന് തോന്നുന്നില്ല, രാഷ്ട്രീയ ശത്രുക്കളേ ഉള്ളൂ. അത് വിശ്വസിക്കുന്നതിന് തോന്നുന്നില്ല. പിണറായി വിജയൻ എന്തിനാണ് ഈ ADGP ഭയക്കുന്നത്? അതാണ് ചോദിക്കുന്നത്, അതാണ് കേരള സമൂഹം ചോദിക്കുന്നത്. എന്തിനാണ് ഈ പറഞ്ഞ പൂവ് പോലെ ഇറക്കാവുന്ന ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി ഇങ്ങനെ ഭയക്കുന്നത് എന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിലും വലിയ ആരോപണങ്ങൾ 2020 മുമ്പ് നിങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്ത് എത്രയോ ആരോപണങ്ങൾ കൊണ്ടുവന്നു. മോദിനെ ഭയക്കുന്നുണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഭയക്കുന്നുണ്ടോ? ഈ മുഖ്യമന്ത്രിയല്ലേ കേന്ദ്ര സർക്കാരിനെതിരെ യുനാനിമസ് ആയിട്ടുള്ള പ്രമേയം അവതരിപ്പിക്കാറുണ്ട്. സാർ, അതിന് സാധൂകരണം നൽകുന്ന തെളിവുകളൊക്കെയാണ് വരുന്നത് ഓരോന്ന്. അതിന് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ആരോപണങ്ങൾ. അന്ന് പ്രതിപക്ഷം പറഞ്ഞതേ ഉള്ളൂ, ഇന്ന് PV അൻവർ പറയുന്നു, അത് തീയിടുന്നു. അതിന് അനുബന്ധമായിട്ടുള്ള തെളിവുകൾ ഓരോ നിമിഷവും വരികയാണ്. അത് ഇന്റലിജൻസ് സംവിധാനം തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. എന്നിട്ടും അത് കണ്ണടച്ചുകൊണ്ട് ആ സ്ഥാനത്തേക്ക് വീണ്ടും ഇദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുന്നെങ്കിൽ കേരള സമൂഹം വിഡ്ഢികളാണോ? ഭയമാണ് ഇദ്ദേഹത്തെ. കേരള സമൂഹം ഒന്നും വിഡ്ഢികളല്ല. കേരളത്തിലെ പൊതുബോധത്തിന് ഇതുവരെ ഒരു അടവും ഉണ്ടായിട്ടില്ല. വളരെ വ്യക്തിഗതമായിട്ട് ചിന്തിക്കുന്ന ഒരു ജനതയെ അത് തെളിയിച്ചല്ലോ പലതവണ. ഈ ഭയക്കുന്നുള്ള വാക്ക് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു? ആരെ ഭയക്കുന്നു? CPM ഭയക്കാനാട്ടോ? ഞാനൊരു പാർട്ടി മെമ്പറാ പ്രതീക്ഷേ, വെറും സഹയാത്രികളൊന്നുമല്ല. ഞങ്ങൾക്കൊക്കെ നട്ടലോട് കൂടിയ ഞങ്ങളുടെ സമൂഹത്തിൽ ഈ സാധാരണക്കാരന്റെയും പാർശ്വലിക്കപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ അവർക്ക് ഞാൻ ഇന്ന് തന്നെ ഒരു ആദിവാസി ഒരു പോസ്റ്റെങ്കിലും ഈ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അനുകൂലിച്ചുകൊണ്ട് ഈ ADGP അനുകൂലിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാൻ കാണിക്കാമെങ്കിൽ അങ്ങ് പോലും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങ് പോലും ഞാൻ വെല്ലുവിളിക്കാം. ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സഹയാത്രികനോ ഇടതുപക്ഷ പ്രവർത്തകനോ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ADGPയും ഈ P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ ഈ ആരോപണങ്ങളുടെ നിമിഷത്തിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് അനുകൂലമായി ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാം. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം സാർ, ഞാൻ എന്തായാലും ADGP എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു അനുകൂല പോസ്റ്റ് കൊടുത്തില്ല. എന്റെ ഉറച്ച തീരുമാനമാണ്. കാരണം അത് തീർച്ചയായിട്ടും ആ ADGP പോയി കണ്ടതിൽ ധാർമ്മികമായിട്ടുള്ള തെറ്റുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നിയമപരമായിട്ടല്ലേ സർക്കാരിന് നോക്കാൻ പറ്റുള്ളൂ. സർക്കാർ അതിന്റെ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. ഒരു ഉദ്യോഗസ്ഥൻ നമുക്ക് സമയക്കുറവുണ്ട്. വെയിറ്റ് ആൻഡ് സീ. ശ്രീ നവാസ്, കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറഞ്ഞതെല്ലാം കേട്ടു എന്ന് മനസ്സിലാക്കുന്നു. ശ്രീ റെജി ലൂക്കോസ്. തീർച്ചയായും ഞാൻ ആദ്യ ഭാഗത്തിൽ പറഞ്ഞതിൽ എത്ര സമയം നിങ്ങൾ കേൾക്കാൻ സാധിച്ചു എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും റെജി ലൂക്കോസ് പറഞ്ഞ അവസാനത്തിൽ ഞാൻ ആരംഭിക്കാം. ഒന്ന്, ഈ ധാർമ്മികമായി ADGP ചെയ്തത് തെറ്റാണ്. അതുകൊണ്ട് ഞാൻ അതിനെ വ്യക്തിപരമായി യോജിക്കില്ല. നിയമപരമായി തെറ്റുണ്ടോ എന്ന് ഗവൺമെന്റ് നോക്കട്ടെ എന്നാണ്. ശ്രീ റെജി ലൂക്കോസ്, നിയമപരമായി തെറ്റുള്ള ഒരു കാര്യം 2 ദിവസം മുമ്പ് നടന്നല്ലോ. ഈ പറയുന്ന ബഹുമാനപ്പെട്ട മലപ്പുറത്തെ MLA PV അൻവറിനെ വിളിച്ച് SP സുജിത് ദാസ് പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ADGP ആ ADGPയുടെ അളിയന്മാർ അവരാണ് ഈ പറയുന്ന കോഴപ്പണം, അവിടെ അഴിമതി പണം സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പറഞ്ഞില്ലേ? കൊല്ലിക്കുന്നവരാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്ത് തരത്തിലുള്ള അന്വേഷണം? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ആരോപണം ആർക്കെതിരെയായിരുന്നു? ADGPക്കെതിരെയായിരുന്നു. പറഞ്ഞയാളെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു. ADGP നിങ്ങൾ എന്ത് ചെയ്തു? ADGP നിങ്ങൾ പൂവിട്ട് പൂജിക്കുന്നു, അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു. ഇന്ന് പുതിയൊരു കാര്യം പുറത്തു വന്നു. എനിക്ക് റെജി ലൂക്കോസിന്റെ മറുപടി കേട്ടിട്ട് എനിക്ക് സഹതാപമാണ് തോന്നിയത്. വ്യക്തിപരമായ കാര്യത്തിൽ കണ്ടത് ആരാണ് സാർ ADGP എന്ന് പറയുന്നത്? കേരളത്തിലെ പോലീസിന്റെ ഹെഡാണ്. RSSന്റെ നേതാവിനെ വ്യക്തിപരമായി കാണാൻ എന്ത് ബന്ധം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടത്? ഇനി ഇത് ആരറിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആളുണ്ടല്ലോ കേരളത്തിൽ. ഞാൻ നേരത്തെ നിങ്ങൾ കേട്ടോ അറിഞ്ഞ ഒരാളുണ്ടല്ലോ. പറയട്ടെ റെജി ലൂക്കോസ്, നിങ്ങളുടെ സമയത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആരിത് അറിയുന്നു? എന്ത് സംസാരിച്ചു ആരറിഞ്ഞു എന്ന് ചോദിച്ചു. ആ അറിഞ്ഞത് ആരാണ്? കേരളത്തിലെ പിണറായി വിജയൻ അറിഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞോ? സ്വന്തം പാർട്ടിക്ക് രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള CPIയുടെ നേതാവിനോട് നമ്മുടെ ADGP ഇങ്ങനെ വ്യക്തിപരമായി പോയിരുന്നു, എന്റെ കയ്യിൽ റിപ്പോർട്ട് ഉണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, RSSുമായി മറ്റു ബാന്ധവത്തിനൊന്നും പോയതല്ല എന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹം മറച്ചു വെച്ചു. എന്നിട്ടോ ഇപ്പൊ CPI പറയുന്നു ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞങ്ങൾക്കറിയില്ല എന്ന്. ഇനിയിപ്പോ നിങ്ങൾ റെജി ലൂക്കോസ് ആരോപണം ഉന്നയിച്ചു, ഞങ്ങളുടെ ഒരു ഗതികേട് PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിറകെ പോവാണ് ഞങ്ങൾ എന്നൊക്കെ നിങ്ങൾ പറയുന്നു. ഞാൻ ഈ കാണിക്കുന്ന ദേശാഭിമാനി ദിനപത്രമാണ്.
ദേശാഭിമാനി ദിനപത്രത്തിൽ അതിന് ഹെഡിങ് എന്താണെന്നറിയോ? കള്ളക്കടത്തിന് വിലങ്ങിട്ടപ്പോൾ പോലീസിനെതിരെ. ഞങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. 2023 ഞങ്ങൾ SP-ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് സമരം സംഘടിപ്പിച്ചപ്പോ നിങ്ങളുടെ ദേശാഭിമാനി പത്രം ഒരു പേജ് നിറയെ വാർത്ത കൊടുത്തിട്ട് അതിൽ പറയാണ് കള്ളക്കടത്തിന് വിലങ്ങിട്ടപ്പോൾ പോലീസിനെതിരെ. ആരെ കള്ളക്കടത്തിന്? SP-യും DYSP-യും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് സ്വന്തം വീട്ടിലേക്ക് കള്ളക്കടത്തിന് പൊന്നു കൊണ്ടുപോകുന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളത് പറഞ്ഞപ്പോ ഞങ്ങൾ ആക്ഷേപിച്ചവർ, ഞങ്ങൾ അധിക്ഷേപിച്ചവർ, നിങ്ങളുടെ ദേശാഭിമാനി പത്രം ഉൾപ്പെടെ പോലീസിനെ ന്യായീകരിക്കാൻ വേണ്ടി, SP-യെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ച തെളിവുകളാണ് ഞങ്ങൾ കാണിച്ചത്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് എന്റെയും നിങ്ങളുടെയും സംഘടനാപരമായ പ്രശ്നമല്ല. കേരളം എന്ന് പറയുന്നത് ശരി 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 തീർച്ചയായും. അപ്പോൾ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ BJP നേതാവ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അതായത് രണ്ട് പ്രധാനപ്പെട്ട BJP RSS നേതാക്കളെയാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP കണ്ടത് എന്ന് പറയുന്നത്. അതൊരു ഡീലാണോ? ഡീല് നടത്തുന്നവർക്കേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഞങ്ങൾ ഈ ഡീലൊന്നും നടത്താറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡീലാണോ അത് വേറെ എന്തെങ്കിലും ആണെന്നോ പറയാൻ സാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJP RSSനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള എല്ലാ ആളുകളെയും ഞങ്ങൾ കാണും. താങ്കളെയും കാണും. താങ്കളെ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ RSSന്റെ ക്യാമ്പിലേക്ക് താങ്കളെയും കൊണ്ടുവരും. വേണ്ടി വന്നാൽ കമ്മ്യൂണിസ്റ്റ് ഗോപാലകൃഷ്ണൻ, ഈ സംസ്ഥാനത്ത് ADGPക്കെതിരെ ഗുരുതര ആരോപണം ഉണ്ടായിട്ട് ആ സമരമുഖത്തൊന്നും BJPക്കാരൊന്നും ഇല്ലല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ. അല്ല, അതൊക്കെ അറിയില്ല. സമരമുഖത്ത് ഞങ്ങൾ വേണ്ടത് അതാ പറഞ്ഞ സമരമുഖത്ത് ഞങ്ങൾ വരണോ വേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും. അത് മാതൃമേലല്ലോ തീരുമാനിക്കാൻ. അത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള ചില കാര്യങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വരേണ്ട സമയത്ത് ഞങ്ങൾ വരും. എല്ലാ കാര്യങ്ങൾക്കും സമരമുഖത്ത് വരണം എന്ന നിർബന്ധമൊന്നുമില്ല. വരേണ്ട സമയത്ത് ഞങ്ങൾ വരും. പക്ഷെ എന്റെ ചോദ്യം അതല്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം വേറെയാ. അൻവർ പറഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യമുണ്ട്, കൊലപാതകത്തിന്റെ കാര്യമുണ്ട്, ഫോൺ ടാപ്പിങ്ങിന്റെ കാര്യമുണ്ട്, മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇപ്പോ ഇല്ലാതായോ? ഇപ്പൊ RSSന്റെ നേതാവിനെ കണ്ടതാ. ഞാൻ പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ നാളെയും കാണും.